സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഹൈഡ്രോളിക് ജമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള 3 ഡെറിവേഷൻസ് ആയിരുന്നു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങളും ചോദിക്കും. അതായത് ഒരു ഹൈഡ്രോളിക് ജമ്പിൻ്റെ ലെങ്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഹൈറ്റും ഡെപ്ത് എന്ന് പറഞ്ഞ സെയിം ആണ്, ഈക്വൽ ടു എന്താണ്, d2 മൈനസ് d1 ആണ്. പിന്നെ ലെങ്ത് എന്ന് പറയുവാണെങ്കിൽ 5 to 7 times ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ആണ്. സോ 5 to 7 times ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഓർത്തിരിക്കുക, ഒന്നെങ്കിൽ നമുക്ക് 5 ഇൻറ്റു എന്താണ് d2 മൈനസ് d1 ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചെയ്താൽ മതി. അതായത് 5 ഇൻറ്റു d2 മൈനസ് d1 നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ കോമൺ ആയിട്ട് എങ്ങനെ എഴുതാം, ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ഇസ് ഈക്വൽ ടു 5 to 7 times ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു രീതിയിലും നിങ്ങൾക്ക് മാർക്ക് പോവില്ല. ഫൈൻ. ഇനി അടുത്തത് കണ്ടീഷൻ ഫോർ ഹൈഡ്രോളിക് ജമ്പ് ആണ്. ഒരു ജമ്പ് ഒക്കർ ചെയ്യുമോ ഇല്ലോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട് അല്ലേ. അതായത് ജമ്പിന് മുമ്പുള്ള ഒരു ഫസ്റ്റ് സെക്ഷൻ ഇപ്പോൾ തന്നേക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ d1 ഇസ് ഈക്വൽ ടു ഒരു 0.2 മീറ്റർ തന്നേക്കുവാണ്. ഇവിടെ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുമോ ഇല്ലോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നത് ഓർക്കുക, ഇത് എപ്പോഴും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ആണെങ്കിൽ മാത്രമാണ് അവിടെ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നുള്ളൂ. സോ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയുടെ പ്രത്യേകത എന്തായിരിക്കും, ആ ഒരു സെക്ഷനിലെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവായിരിക്കും അല്ലേ. അതായത് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവാണെങ്കിൽ അവിടെ ഹൈഡ്രോളിക് ജമ്പ് സംഭവിക്കും എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ഡിസ്ചാർജിനുള്ള ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയേക്കുന്ന ക്രിട്ടിക്കൽ ഡെപ്ത് ഒരു 0.4 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത് ഒരു 0.4 ആണ്. ക്വസ്റ്റ്യൻ്റെ ഒരു ഡെപ്ത് വന്നേക്കുന്ന ഒരു 0.2 ആണെന്ന് പറയാം. അപ്പോൾ ഈ 0.2 ഡെപ്തിൽ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുമോ ഇല്ലോ എന്ന് ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ ഡെപ്തിനെ കമ്പയർ ചെയ്ത് ആ സെക്ഷനിലെ ഡെപ്ത് കുഞ്ഞതാണെങ്കിൽ, ഓക്കെ, d1ൻ്റെ വാല്യൂ കുഞ്ഞതാണെങ്കിൽ അവിടെ ജമ്പ് ഒക്കർ ചെയ്യും. സോ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷനാണ് നമ്മൾ സെക്ഷൻ 2 എന്ന് പറയുന്നത്. ആ സെക്ഷൻ 2-ൽ ഇപ്പോൾ ഓർത്തിരിക്കുക, ആ സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് വരുമ്പോൾ d2യുടെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും, ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും. സോ നമ്മൾ ചെയ്തേക്കുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. സോ ഒരു ഹൈഡ്രോളിക് ജമ്പിൻ്റെ കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, h1 ലെസ് ദാൻ dc ലെസ് ദാൻ d2 നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നിടത്ത് എന്ത് ചെയ്യണം, ഒരു സെക്ഷനിലെ ഡെപ്ത് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കും. ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുഞ്ഞതാണ് നമ്മൾ ക്വസ്റ്റ്യനിലെ ഡെപ്ത് എങ്കിൽ എന്താണ് അവിടെ ജമ്പ് ഒക്കർ ചെയ്യും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിലെ തന്നേക്കുന്ന ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഡെപ്തിലെ ഫ്ലൂയിഡ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഫ്ലൂയിഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും എന്താണ് അവിടെ ജമ്പ് ഒക്കർ ചെയ്യും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പ്രോബ്ലം ഈ കണ്ടീഷൻ ഫോർ ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം തിരിക്കാം കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഈസ് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഫൈൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്, d2 ബൈ d1. d2 എന്ന് പറഞ്ഞാൽ സീക്വന്റ് ഡെപ്ത് ആണ്, d1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡെപ്ത് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു റേഷ്യോ എന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പവർ ഡെസിപ്പേഷൻ ഇൻ ഹൈഡ്രോളിക് ജമ്പ്. പവർ ഡെസിപ്പേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് P is equal to rho g q HL ഡിവൈഡ് ബൈ 1000. ഇത് കിലോ വാട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ 1000 ചെയ്തേക്കുന്നത്. റോ മീൻസ് ഡെൻസിറ്റി ഓഫ് ദറ്റ് ഫ്ലൂയിഡ്, G 9.81, ക്യാപിറ്റൽ Q ഡിസ്ചാർജ്, HL മീൻസ് ലോസ് ഓഫ് എനർജി. നമ്മൾ ആദ്യമേ ഡിറൈവ് ചെയ്തില്ലായിരുന്നു ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ലോസ് ഓഫ് എനർജിയുടെ ഇക്വേഷൻ. അത് യൂസ് ചെയ്ത് HL ആദ്യം കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് പവർ ഡിസിപ്പേറ്റ് ചെയ്തേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആണ് എഫിഷ്യൻസി. ഒരു ജമ്പിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. E2 കാൽക്കുലേറ്റ് ചെയ്യുക, സെക്കൻഡ് സെക്ഷനിലെ സ്പെസിഫിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക, ഫസ്റ്റ് സെക്ഷനിലെ സ്പെസിഫിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ റേഷ്യോ എടുക്കുക. അതിന് പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, E2 ഡിവൈഡഡ് ബൈ E1 ഇൻറ്റു 100 എന്ന് ചെയ്യാം കേട്ടോ. E2 ഡിവൈഡ് ബൈ E1 ഇൻറ്റു 100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി പെർസെൻറ്റേജിൽ കിട്ടും. സോ സ്ട്രെങ്ത് എപ്പോഴും ഓർത്തിരിക്കുക, സ്ട്രെങ്ത് ജസ്റ്റ് റേഷ്യോയിൽ നിങ്ങൾ എഴുതിയാൽ മതി. എഫിഷ്യൻസി വേണമെങ്കിൽ പെർസെൻറ്റേജ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം.
സോ അത് റിലേറ്റഡ് ഉള്ള പ്രോബ്ലം ആണ്. ഇത് ചില പ്രോബ്ലം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അതായത് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും ചില പ്രോബ്ലംസ്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഫസ്റ്റ് പ്രോബ്ലം. ദാറ്റ് ഇസ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ അറ്റ് എ സർട്ടൻ സെക്ഷൻ of a rectangular channel of 4 meter wide, that is B is equal to 4 meter, is 0.5 meter. So ഒരു സെക്ഷനിൽ ഒരു റെക്ടാങ്കിൾ ചാനൽ ഒരു സെക്ഷനിൽ ഡെപ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ D1 is equal to 0.5 എന്ന് തൽക്കാലം കിട്ടും. This discharge through the channel, the discharge through the channel is 16 meter cube per second. That is capital Q is equal to 16 meter cube per second. If a hydraulic jump takes place on the downstream side, ഡൗൺസ്ട്രീം എന്ന് പറഞ്ഞ് ഓർത്തിരിക്കണേ, ആദ്യമുള്ളത് അപ്സ്ട്രീം, രണ്ടാമത്തെയാണ് ഡൗൺസ്ട്രീം കേട്ടോ. അപ്സ്ട്രീം ഇത് ഡൗൺസ്ട്രീം. സോ ഈ ഡൗൺസ്ട്രീം സൈഡിൽ, അതായത് ഇവിടെയുള്ള ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അത് കഴിഞ്ഞിട്ട് തന്നെ ഡൗൺസ്ട്രീം സൈഡിലായിട്ടൊരു ജമ്പ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ ജമ്പ് കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, ജമ്പ് കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് എന്ന് പറയുകയാണെങ്കിൽ സീക്വൻറ്റ് ഡെപ്ത് D2 വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ D2 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ക്യാപിറ്റൽ Q അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ്റെ ഉള്ളിൽ സ്മോൾ ലെറ്റർ Q ആണുള്ളത്. സോ ഫസ്റ്റ് തന്നെ സ്മോൾ ലെറ്റർ Q എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഇസ് ക്യാപിറ്റൽ Q/B ആണ്. ഓക്കെ, ദിസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൂട്ടിലൊക്കെ ഇട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം, ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. ചിലവർക്ക് ആൻസർ ഇട്ട് ഇച്ചിരി പാടായിട്ട് വരാറുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു ഡയറക്റ്റ് പ്രോബ്ലം വരാം. പിന്നെ സാധ്യതയുള്ളത് കുറച്ചും കൂടി വലുതായിട്ട് ചോദിക്കുക, അതായത് ഈ ക്വസ്റ്റിനുള്ളിൽ തന്നെ ഇവിടെ ജമ്പ് ഫോം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. മറ്റു കേസിൽ എങ്ങനെയായിരുന്നു? ജമ്പ് ഫോം ചെയ്യും, ജമ്പ് കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷെ ചില പ്രോബ്ലത്തിൽ ചോദിക്കും, ഇവിടെ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുമോ, ഈ ഡെപ്തിൽ ഒരു ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുവാണെങ്കിൽ ആ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഓർത്തിരിക്കുക, ഈ ഒരു പ്രോബ്ലത്തിൽ ഡെപ്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് D2 കണ്ടുപിടിച്ചാൽ മതി. ചില പ്രോബ്ലത്തിൽ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ചോദിക്കും, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? D2 വെച്ചിട്ട് നിർത്തരുത്, D2 മൈനസ് D1 കൂടി ചെയ്യണം. ചിലപ്പോൾ സ്ട്രെങ്ത് ചോദിക്കും, അപ്പോൾ എന്ത് ചെയ്യണം? D2/D1 ചെയ്യണം. അപ്പം അങ്ങനെ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അത് ശരിക്കും നിങ്ങൾ ആദ്യമേ തന്നെ എന്താണ് കണ്ടുപിടിക്കാനുള്ളൊരു ബോക്സിൽ ഇട്ടോളണം. അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ. The next problem, the depth of flow of water at a certain section of a rectangular channel 2 meter wide is 0.3 meter. So ഒരു 2 meter wide ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ചാനൽ കേസിൽ ഡെപ്ത് തന്നിട്ടുണ്ട്. The discharge through the channel is 1.5 meter cube per second. So discharge എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ Q. Determine whether hydraulic jump will occur. ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചേക്കുവാണ്. ഓക്കെ, ഇഫ് സോ ഒക്കർ ചെയ്യുവാണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ് ആൻഡ് ലോസ് ഓഫ് എനർജി പെർ കിലോഗ്രാം ഓഫ് വാട്ടർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? D2 മൈനസ് D1. ഓക്കെ, ദെൻ എനർജി ലോസിൻ്റെ ഇക്വേഷനും റിലേറ്റഡ് ആണ്. ദാറ്റ് ഇസ് D2 മൈനസ് D1 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ, എന്തായിരുന്നു ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഡിവൈഡഡ് ബൈ 4D1 D2 ഡിവൈഡ് ബൈ 4D1 D2 എന്നാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ജമ്പ് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കേസിൽ ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണെന്ന് ചെക്ക് ചെയ്യണം. ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാൾ കുഞ്ഞ് ഡെപ്താണ് നമ്മൾ ക്വസ്റ്റ്യനിലെ ഡെപ്ത് എങ്കിൽ അവിടെ ജമ്പ് ഒക്കർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഡയലോഗ് ഒക്കെ എഴുതിയിരിക്കുന്നത് എന്ത് എഴുതണം? ഹൈഡ്രോളിക് ജമ്പിൽ ഒക്കർ ഇഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഇസ് ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ ഡെപ്ത് ഓൺ ദ അപ്സ്ട്രീം സൈഡ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഫ്ലൂയിഡ് നമ്പർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഇസ് മോർ ദാൻ 1. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, എല്ലാം കൂടി ചെയ്ത് ഓവറാക്കണ്ട കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ഇക്വേഷൻ എഴുതുക. സ്മോൾ ലെറ്റർ Q സാധാരണ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്ത് വെക്കുക. ക്രിട്ടിക്കൽ ഡെപ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ വാല്യൂ 0.38 ആണ് അല്ലേ? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലെ വാല്യൂ എന്താണ്? 0.38നേക്കാൾ കുഞ്ഞ് വാല്യൂ ആണ് 0.3. സോ അപ്സ്ട്രീം സെക്ഷനിലെ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവായ കാരണം അവിടെ ജമ്പ് ഒക്കർ ചെയ്യും എന്ന് എഴുതണം. ഇത് എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് ചുമ്മാ അങ്ങ് പോകും, 1-2 മാർക്ക് പോകും, ശ്രദ്ധിക്കാം. പിന്നെ നമുക്കറിയാം D2 മൈനസ് D1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഹൈറ്റിന്. സോ D2 എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യ ഇക്വേഷൻ പ്രോപ്പറായിട്ട് എഴുതി അതിൻ്റെ ഉള്ളിൽ നീറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാവധാനം പ്രോപ്പറായിട്ട് തെറ്റിക്കാതെ തന്നെ D2യുടെ ആൻസർ ചെക്ക് ചെയ്യുക. അപ്പോൾ D2യുടെ ആൻസർ ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് 0.48 അല്ലേ? ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും വലിയൊരു വാല്യൂ ആണോ D2 കിട്ടിയേക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്നുള്ള കാര്യം.
കേട്ടോ. അപ്പോൾ ഏറ്റവും കുഞ്ഞത് D1, പിന്നെ വലുത് ക്രിട്ടിക്കൽ ഡെപ്ത്, പിന്നെ ഏറ്റവും വലുതായിരിക്കും D2. ഓക്കെ. ഇനി ഹൈഡ്രോളിക് ജമ്പിൻ്റെ ഹൈറ്റ് D2 - D1 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എനർജി ലോസിൻ്റെ ഇക്വേഷൻ ഇതല്ലേ, D1 D2 എല്ലാം അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്ത് ആൻസർ മീറ്റേഴ്സിൽ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മീറ്റേഴ്സിൽ എഴുതാം. The next problem, a sluice gate discharges water into a horizontal rectangular channel with a velocity of 10 meter per second and depth of flow 1 meter. അപ്പോൾ ഒരു ഗേറ്റിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞേക്കുവാണ്. സോ ആ ഒരു സെക്ഷനിൽ എന്താണ് വെലോസിറ്റി അറിയാം, ഡെപ്ത് നമുക്കറിയാം. ഡിറ്റർമിൻ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ദ ജമ്പ്. അപ്പോൾ അവിടെ ജമ്പ് ഒക്കർ ചെയ്യുന്നുണ്ട്, അതാണല്ലോ ജമ്പ് കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഇസ് D2 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് സബ്സിക്വൻറ്റ് ലോസ് ഇൻ ടോട്ടൽ ഹെഡ് ലോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. ദാറ്റ് ഇസ് എന്താണ്, HL കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുവാണ്. സോ ഈ ഒരു കേസിൽ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഡിസ്ചാർജ് ആയിരുന്നു തന്നിട്ടുള്ളത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഇവിടെ വെലോസിറ്റി അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പഠിക്കാൻ പറഞ്ഞായിരുന്നു, സ്മോൾ ലെറ്റർ Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q/B അല്ലാതെ വേറൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് V1 D1 ഇസ് അഗൈൻ ഈക്വൽ ടു V2 D2. ഈ റിലേഷൻ ഓർത്തിരിക്കുക. സോ എവിടെയെങ്കിലും V1 കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, Q ഈസ് ഈക്വൽ ടു V1 D1 എഴുതുക. V1ൻ്റെ വാല്യൂ നമുക്ക് അറിയാം, D1ൻ്റെ വാല്യൂ 1 ആണ്. ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ സ്മോൾ ലെറ്റർ Q. Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധാരണ ഇക്വേഷനുള്ളിൽ Qയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് D2 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. D2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന D2യുടെ വാല്യൂ, ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ദ ജമ്പ്, പിന്നെ എന്താണ് ലോസ് ഓഫ് എനർജി, ലോസ് ഇൻ ടോട്ടൽ ഹെഡാണ്. ദാറ്റ് ഇസ് HL കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേഷൻ എഴുതി പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. സോ ഈ 3 പ്രോബ്ലംസ് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത്യാവശ്യം ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്.